ഇന്നാളെ കൊണ്ടാകുന്ന കൊള്ളുന്നില്ല ഫ്രെയിമിൽ. കണ്ടോ തെളിഞ്ഞല്ലോ. വാച്ചാലാണോ? എല്ലാരും ഉണ്ടോ? അല്ലേ എൽസയൊക്കെ ഉണ്ടല്ലോ. ഫോട്ടോയ്ക്ക് പറ്റിയ നോക്കട്ടെ. ഇവിടെ വന്ന് ഫോട്ടോ അല്ല വീഡിയോ ഏത്? ആര് വരുന്നുണ്ട്? അതൊക്കെ കുറേയേറെ തിരുമേനിമാരുണ്ട്. ഇല്ല, അതോടെ കബറ് പണിയാനുള്ള സ്ഥലമാണ്. ഇല്ലടാ, അതങ്ങനെ ഇടുകയില്ല. പണിയാനുള്ളതായിരിക്കും ഇവിടെ. ഫോട്ടോഗ്രാഫർ എടുത്ത് പോവാം. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. കറണ്ട് പോയായിരുന്നു. അതുപോലെ പ്രിയപ്പെട്ട അരുൺ ടി ജോണിനെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവരുടെ വിജയം ഇത്തരത്തില് ഒരു അനുമോദന ചടങ്ങ് നടത്തി ആദരിക്കേണ്ട ഒന്നാണ് എന്ന ഒരു ചിന്ത ഉരുത്തിരിഞ്ഞു വന്നതിന് പിന്നിലെ കാരണം എന്താണ് എന്ന് ആമുഖമായി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമുക്കറിയാം, സ്കൂൾ തലം മുതൽ
മാർക്കിനെ അടിസ്ഥാനമാക്കി വിജയങ്ങൾ അറിയുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ 10ാം ക്ലാസ്സിന്റെ SSLC റിസൾട്ടൊക്കെ പത്രത്തിൽ 1 മുതൽ 15 വരെയുള്ള റാങ്കുകൾ പിന്നെ ഡിസ്ട്രിക്ട് മാറി. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്തവണ 167 കുട്ടികൾ പാമ്പാടി ഡിസ്ട്രിക്റ്റിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതിൽ 65% കുട്ടികൾ മാത്രമേ പാസ്സായുള്ളൂ എന്ന അവസ്ഥ എത്തുകയില്ലായിരുന്നു. അതിൽ തന്നെ വെറും 2 പേർക്ക് മാത്രമാണ് A+ വിജയം, അതായത് 95% മുകളിൽ മാർക്ക് കിട്ടിയത്. അതിലൊരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട അന്നക്കുട്ടി. 90% മുകളിൽ മാർക്ക് നേടിയ ആളാണ് പ്രിയപ്പെട്ട അസ്ജിൻ. 5 ഉപഹാരം കൊടുക്കുവാനും അച്ഛൻ്റെ അനുഗ്രഹ വാക്കുകൾക്കുമായി ക്ഷണിച്ചു കൊടുക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചതായ വലിയ വിജയത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയുണ്ടായി. ടീച്ചർ പറഞ്ഞ വാക്ക് പ്രത്യേകം ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മിക്കുകയാണ്. കാലഘട്ടത്തിൻ്റെ മാറ്റം നമ്മുടെ സമൂഹത്തിലും സഭയിലും വരുത്തിയിട്ടുള്ള വ്യത്യാസം വളരെയധികമാണ്. കുട്ടികളുടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു പോലും ദേവാലയത്തിൽ വരയാതെയോ സൺഡേ സ്കൂൾ പഠിക്കാതെയോ ഇരിക്കുന്ന മാതാപിതാക്കൾ നമുക്കറിയാം. നമുക്കൊക്കെ ആളുടെ വീട്ടിൽ ചിലപ്പോൾ വൈകിട്ട് ഭക്ഷണം പോലും തരത്തില്ല, വൈകിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല, നോമ്പെടുത്തില്ലെങ്കിൽ. അങ്ങനെ ചിട്ടയോടെ വളർത്തിയ ഒരു മാതാപിതാക്കളുടെ മക്കളായിരിക്കുന്ന മുതിർന്നവരൊക്കെ. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. കുട്ടികൾക്ക് മറുപടി പ്രസംഗത്തിനായിട്ട് ഉള്ള അവസരമാണ്. അസ്റ്റിൻ. മാത്രമായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, അച്ഛൻ, എൻ്റെ സഹപാഠി എന്ന ആൻഡ്രൂസ്, ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായാണ് ഇങ്ങനൊരു വേദിയിൽ നിൽക്കുന്നത്. ഈ അവസരം ഒരുക്കി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനെന്നെ പ്രാപ്തനാക്കിയ എൻ്റെ എല്ലാ സൺഡേ സ്കൂൾ ടീച്ചേഴ്സും, പ്രത്യേകിച്ച് ജെനി ടീച്ചർ, മിനി ടീച്ചർ, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂളിൽ അംഗങ്ങൾ വളരെ കുറവായിട്ടും നമ്മുടെ അധ്യാപകരെല്ലാം വളരെയധികം ആത്മാർത്ഥതയോടും ഡെഡിക്കേഷനോടും കൂടെയാണ് പ്രവർത്തിക്കുന്നത്. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അവർ ചെയ്യുന്ന പല പ്രവർത്തികളും എല്ലാ ഞായറാഴ്ചയും വന്ന് ഞങ്ങൾക്ക് ജീവിതത്തിന് നല്ല പാഠങ്ങൾ പറഞ്ഞു തരുന്ന എല്ലാ അധ്യാപകർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആദ്യമായിട്ടാണ് മൈക്കിന് മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ വലിയൊരു കയ്യടി കൊടുക്കണം. അടുത്ത നമ്മുടെ അന്നക്കുട്ടി. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കൂട്ടുകാരെ, ഇന്നിവിടെ ഇങ്ങനെ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കുവാനായി സാധ്യമാക്കിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക് ആദ്യമായി നന്ദി പറയുന്നു. ബാലപാഠം മുതൽ 10ാം ക്ലാസ് വരെ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരുടെയും പ്രോത്സാഹനവും സ്നേഹവും ഈ നേട്ടത്തിന്റെ ഭാഗമാണ്. നമ്മുടെ പോൾ വക്കേസച്ചൻ, കോളേജ് അച്ഛൻ്റെയും ഹെഡ് മിസ്റ്റർ ശ്രീനിയാൻ്റെയും ഞങ്ങളെ 10ാം ക്ലാസ് പഠിപ്പിച്ച മിനിയാൻ്റെയും കരുതലും പ്രേരണയും പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ഇടവകയിലെ എല്ലാ കുട്ടികളെയും സൺഡേ സ്കൂളിൽ വരുവാനും പാഠ്യേതര വിഷയങ്ങളിൽ മുൻപന്തിയിൽ കൊണ്ടുവരുവാനുമായി ജിം ടീച്ചറും സൺഡേ സ്കൂൾ ടീച്ചേഴ്സും വളരെ പരിശ്രമിക്കുന്നുണ്ട്. ഇന്നിവിടെ വന്ന് 2 വാക്ക് കുഴപ്പമില്ലാതെ പറയാനായിട്ട് സാധിക്കുന്നതും സൺഡേ സ്കൂളിൽ നിന്ന് എനിക്ക് ലഭിച്ച പരിശീലനം കൊണ്ട് മാത്രമാണ്.
എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു അനിൽ, താങ്ക് യു അജിൻ, താങ്ക് യു അച്ഛ. എല്ലാവരും എഴുതുക. ദൈവത്തിന് സ്തുതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:26 പ്രകാരം പറയുന്നു, ആകാശത്തെ പറവകളെ നോക്കുകയും അവ വിധിക്കുന്നില്ല, കൊയ്യുന്നുമില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല, എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? പ്രിയമുള്ളവരെ, വയലിലെ പുല്ലിനെയും പൂക്കളെയും പക്ഷികളെയും സംരക്ഷിക്കുന്ന ദൈവം എത്രമാത്രം നമ്മളെ എത്ര അധികമായി കരുതുന്നു എന്നത് മറന്നു പോകരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട വിശ്വാസിക്ക് യോഗാസത്യം അനുഭവപ്പെട്ട് ആംബുലൻസിന് കടന്നു വരേണ്ടതുകൊണ്ട് ആ വഴി മലങ്കര സഭയുടെ മക്കൾ നാം, മാതൃക കാട്ടും കുട്ടികൾ നാം, മനസ്സ് നിറഞ്ഞു വിളിക്കുന്നു, ജയ് ജയ് OVBS, ജയ് ജയ് OVBS, ജയിക്കട്ടെ ജയിക്കട്ടെ, OVBS ജയിക്കട്ടെ, ജയ് ജയ് OVBS, ജയ് ജയ് OVBS, ജയ് ജയ് OVBS.
മാനവിക